കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തതാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ പിഴവുകൾ. അത് അവയവങ്ങൾ മാറ്റി ശസ്ത്രക്രിയ നടത്തുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല, ഡോക്ടർമാർ വലിയ പിഴവുകൾ നടത്തുന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ആരോപണ വിധേയമാണ്, കേസുകളൊക്കെ പലയിടത്തുമായിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ചർച്ച ചെയ്യാനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. വിരൽ ശസ്ത്രക്രിയയ്ക്ക് വന്ന കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയതാണ് അവിടെ വലിയ വിവാദമായത്. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവവും ചർച്ചയാകും. ആലപ്പുഴയിലും സമാനമായി ചില മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ രണ്ട് ആശുപത്രികളിലെയും, അതായത് തിരുവനന്തപുരം തൈക്കാട്ടെയും ഒപ്പം കോഴിക്കോട്ടെയും ആശുപത്രി അധികാരികളോട് നേരിട്ട് ഹാജരാകാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. വി വിനോദും MS സനീഷ് കുമാറും ചേരുന്നു. വിനോദ്, ഈ തൈക്കാട്ടെ സംഭവം അത് എന്താണ് എന്നുള്ളതാണ്. അത് പരാതിയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഈ വിഷയങ്ങളെ ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് കാണുന്നത്? രഞ്ജിത്ത്, 5 ദിവസം മുൻപ് ഉയർന്നു വന്ന ഒരു പരാതിയാണ്. അതായത് പ്രസവം അടുത്ത സമയത്ത് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു, തൈക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ കുഞ്ഞിന് അനക്കമില്ലാതൊരു സംശയം ഈ യുവതിയും പറയുകയാണ് ഡോക്ടറോട്. പക്ഷെ അവിടെ കൃത്യമായ ചികിത്സ നൽകിയില്ല, മടക്കി അയച്ചു. തൊട്ടടുത്ത ദിവസം കുഞ്ഞിനെ മരിച്ച നിലയിൽ സർജറി ചെയ്ത് പുറത്തെടുക്കേണ്ടി വന്നു. ഇത് ഗുരുതരമായ ചികിത്സാ പിഴവാണ്. നേരത്തെ തന്നെ ചികിത്സ തേടി ആശുപത്രിയിലെത്തിയിട്ടും കൃത്യമായ ചികിത്സ ഡോക്ടർ നൽകിയില്ല. വലിയ ഗുരുതരമായ അനാസ്ഥ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായി. ആവർത്തിച്ച് പറഞ്ഞിട്ടും കുഞ്ഞിന് അനക്കമില്ല എന്ന സംശയമുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും എന്തെങ്കിലും ഒരു ചികിത്സയിലേക്കോ നടപടിയിലേക്കോ പോയില്ല, മടക്കി അയക്കുകയാണ് ചെയ്തത് എന്ന ആരോപണം. മാത്രവുമല്ല, ഈ കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുമ്പോൾ അമ്മയുടെ ജീവൻ കൂടി അപകടത്തിലാകുമെന്ന നിലയിലേക്ക് എത്തിയിരുന്നുവെന്ന് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുണ്ട്. ഇതുവരെയും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം കഴിഞ്ഞ ദിവസവും മൃതദേഹം വിട്ടു നൽകിയില്ല. ഇത് ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണെന്ന ആരോപണം കൂടി രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നിയമപരമായി ഈ സംഭവത്തെ നേരിടാനാണ് ഈ കുട്ടിയുടെ കുടുംബം, ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. കോടതിയെ സമീപിക്കാനും മെഡിക്കൽ ബോർഡിന്റെ സഹായത്തോടുകൂടി ഇതുവരെയുള്ള ചികിത്സയും മറ്റ് കാര്യങ്ങളും എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നത് അന്വേഷിക്കണമെന്ന ആവശ്യം കോടതി മുമ്പാകെ ഉന്നയിക്കാനും ആ നിലയ്ക്കൊരു അന്വേഷണം കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ സൂപ്രണ്ടുമായൊക്കെയും ബന്ധപ്പെടുമ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ഒരു മറുപടിയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി വിശദീകരണം ചോദിച്ചിരിക്കുന്നു, കൃത്യമായ വിശദീകരണം. പ്രത്യേകിച്ച് തുടരെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇങ്ങനെ വിവാദത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട്ടെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവാദത്തിൽ ചെന്നപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് തൈക്കാട് ആശുപത്രിയിൽ നടന്ന സംഭവത്തിലും മന്ത്രി വിശദീകരണം തേടിയിരിക്കുന്നത്. രഞ്ജിത്ത്, MS സനീഷ് കുമാർ കൂടി. അനീഷ്, കോഴിക്കോട്ട് തുടർച്ചയായ പിഴവുകൾ സംഭവിക്കുന്നു. ഡോക്ടർമാരും അവരുടെ സംഘടനയും ഒക്കെ പിഴവല്ല, ഇത് ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളുടെ പുറത്ത് ചെയ്തതാണ്, മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ പോലും പിഴവ് തന്നെയാണല്ലോ. ഇപ്പോഴും പരാതിയിൽ ഉറച്ചു നിൽക്കുകയല്ലേ ഈ രോഗിയുടെ ബന്ധുക്കളടക്കം? തീർച്ചയായും രോഗിയുടെ ബന്ധുക്കൾ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. മറുവശത്ത് പോലീസിന്റെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. നേരത്തെ കുടുംബത്തിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കൃത്യമായി കുടുംബം ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു, ഒപ്പം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ഡോക്ടർമാരുടെ സംഘടനയും സൂപ്രണ്ടുമൊക്കെ നൽകിയ റിപ്പോർട്ട് പ്രകാരം ഈ കുട്ടിക്ക് അടിയന്തരമായി ഇത്തരത്തിൽ നാക്കിന് താഴെ ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് നീക്കം ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഡോക്ടർ ഈ ശസ്ത്രക്രിയ ചെയ്തു എന്നാണ് പറയുന്നത്. കൈക്ക് ചെയ്യേണ്ട ശസ്ത്രക്രിയ എന്നാൽ ചെയ്തുമില്ല. ഈ വാദത്തെ പൂർണ്ണമായും ഈ കുട്ടിയുടെ ബന്ധുക്കൾ തള്ളുകയാണ്. കാരണം ഇത്തരമൊരു കെട്ടുള്ളതായി കുടുംബത്തിനൊരിക്കലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒപ്പം സംസാരത്തിൽ എന്തെങ്കിലും വൈകല്യം ഇതുവരെയും നാട്ടുകാരോ ബന്ധുക്കളൊന്നും കണ്ടെത്തിയിട്ടുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് ഒരു ശസ്ത്രക്രിയക്കായി കൈയുടെ 6-ാം വിരൽ നീക്കം ചെയ്യുന്നതിനായി പ്രവേശിപ്പിച്ച കുട്ടിക്ക് മറ്റെന്തെങ്കിലും ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അക്കാര്യം കൃത്യമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ഡോക്ടർമാർ കുടുംബത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി വേണം ചെയ്യാൻ. ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ 2 ശസ്ത്രക്രിയകൾക്കാണ് ആ കുട്ടി വിധേയമാകേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് ശക്തമായ നിലപാടിൽ തന്നെയാണ് അവർ ഈ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ബിജോൺ ജോൺസൺ എന്ന ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിനു മുമ്പായി ഈ ശസ്ത്രക്രിയാ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാർ
മറ്റ് അറ്റൻഡർമാർ, നഴ്സുമാർ തുടങ്ങിയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം അതേ ദിവസം തന്നെ മിനിയാന്ന് തന്നെ മെഡിക്കൽ ബോർഡ് എന്ന് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ കഴിയില്ലെന്നാണ് അതിൽ പങ്കെടുത്തവർ തന്നെ പറയുന്ന ഒരു വിദഗ്ധ സമിതി ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അവർ ആശുപത്രിയിലെ രേഖകൾ പരിശോധിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും മൊഴി ശേഖരിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനുശേഷം DMOയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ റിപ്പോർട്ട് DMEക്ക് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർക്ക് കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് സർക്കാർ തലത്തിലേക്ക് പോവുകയും അതിന്മേൽ ഉചിതമായ നടപടികൾ എടുക്കുകയും ചെയ്യും. ഒപ്പം പോലീസ് ഈ റിപ്പോർട്ട് ശേഖരിക്കുകയും ചെയ്യും. ഈ പോലീസ് ഈ റിപ്പോർട്ട് ശേഖരിക്കുമ്പോഴാവും ചികിത്സ അനാസ്ഥ അല്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥ ഈ ചികിത്സ നൽകിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അധിക ചികിത്സ നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യം കണ്ടെത്തുക. ഒപ്പം ഈ ഡോക്ടറുടെ അവകാശവാദം പോലെ മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് ഈ 6-ാം വിരലിൻ്റെ ശസ്ത്രക്രിയയുടെ സ്ഥാനത്ത് മറ്റൊരു ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. അങ്ങനെയെങ്കിൽ ഡോക്ടറുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ കേസ് നീങ്ങുകയും ചെയ്യും. എന്തായാലും 6-ാം വിരലിൻ്റെ ശസ്ത്രക്രിയ നടത്താതെയാണ് ഡോക്ടർ ഈ നാക്കിന് താഴെയുള്ള ശസ്ത്രക്രിയ നടത്തിയതെന്ന് കൃത്യമായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ തനിക്ക് പിശക് പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു മാപ്പപേക്ഷ കുടുംബത്തിന് നൽകി. ഒപ്പം കുട്ടിക്ക് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന ഉറപ്പും അന്ന് ഡോക്ടർ നൽകിയിരുന്നു. എന്നാൽ ഇത്തരമൊരു ഉറപ്പും മാപ്പപേക്ഷയും നൽകിയ ശേഷമാണ് പുതിയ നിർവചനങ്ങളുമായി അല്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങളുമായി ഈ കുട്ടിക്ക് നാക്കിൻ്റെ കീഴിലുള്ള ശസ്ത്രക്രിയ അനിവാര്യമാണ് എന്ന രീതിയിലുള്ള വാദവുമായി ഡോക്ടർ രംഗത്തെത്തിയത് എന്നതൊക്കെ ശ്രദ്ധേയമാണ്. എന്തായാലും സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് ഡോക്ടർക്ക് പൂർണ്ണമായും അനുകൂലമാണ്. ഇനി മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെയാവും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സൂപ്രണ്ട് റിപ്പോർട്ട് ഡോക്ടർക്ക് അനുകൂലമായിരുന്നു. മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചിരിക്കുന്നു. ആരോഗ്യ വകുപ്പിന്റെ ഈ വിഷയത്തിലെ തീരുമാനം എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം.